ഹലോ ഹായ് ഋഷിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ് കേട്ടോ. ഇത് അരിപ്പൊടി കൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ചേർക്കുന്നത് പാലാണ്. നല്ല തിളച്ച പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് തിളച്ച പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് വിസ്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടകളൊക്കെ ഉടച്ചിട്ടുണ്ടെന്ന്. അതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ ഒരു തിളച്ച കപ്പും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമ്മളിത് ഈ അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കുന്നത്. അരിപ്പൊടിയിൽ ഉണ്ടാകുന്ന കട്ടകളൊക്കെ നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3ാമത്തെ മുട്ടയും പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലൊരു പാത്രം ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വെള്ളം ഒന്ന് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രം ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വരാതെ ഇതുപോലെ സെറ്റാക്കി വെച്ചെടുക്കണേ. പിന്നെ ആവിയൊന്നും പുറത്തേക്ക് പോവാത്ത രൂപത്തിൽ നമുക്കൊരു പാത്രം തന്നെ കിട്ടണം. അതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ പാത്രത്തിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചെടുക്കാം. ഇല്ലാണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി തന്നെ ഞാൻ അതിൻ്റെ മേലെ വിതറിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാ അരിപ്പൊടി ബാറ്ററി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് തുറന്നതിന് ശേഷം അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുട്ടൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതിൻ്റെ മേലെ ഒഴിച്ചെടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചെടുക്കണം. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഇതൊന്ന് വെന്തിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, വേവുന്നില്ല. അതിന് കാരണം ഇതിൻ്റെ ടോപ്പിന് ചെറിയ ഹോൾസ് ഉണ്ട് കേട്ടോ. അതൊന്ന് അടക്കാൻ മറന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ അവിടെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ അതിൻ്റെ ഹോൾസ് ഒന്ന് അടച്ചിട്ടുണ്ട് കേട്ടോ. ടോപ്പിന് ചെറിയൊരു ഹോൾസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഹോൾസുള്ള പാത്രമാണെങ്കിൽ നന്നായി ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ അത് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാനിതാ അരിപ്പൊടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അരിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മുട്ടൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 4-5 ലെയർ നമുക്ക് കിട്ടും. ഇതുകൊണ്ട് ഒരു 4-5 ലെയർ തന്നെ കിട്ടും. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ അരിപ്പൊടിൻ്റെ മിക്സാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മേലെ നമ്മളിതാ ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഒരു അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തന്നെ മതിയാവും ഇത് വെന്ത് കിട്ടാൻ. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന്
ഇതുപോലൊരു കൊള്ളി കൊണ്ടൊക്കെ ഒന്ന് ഞാൻ പപ്പട കുത്തിയാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം. വീണ്ടും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ലൊരു കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലെയർ ആയിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.